നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 249 249. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 249. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 15-ാം അധ്യായം. 15-ാം അധ്യായത്തിലെ ശ്ലോകം 1. മൈത്രേയ ഉവാച പ്രജാപത്യം തു തത്തേജ പരതേ ജോഹനം ദിതി ദധാരവർഷാണി ശതം ശങ്കമാനാസുരാർദ്ധനാത് എന്നാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ പരന്മാരുടെ തേജസ്സിനെ ഹനിക്കുന്നതായും പ്രജാപതിയെ സംബന്ധിച്ചതുമായിരിക്കുന്ന ആ പ്രജാപതിയെ സംബന്ധിച്ചിരിക്കുന്നതായ ആ തേജസ്സിനെയാകട്ടെ സുരന്മാരുടെ പീഡനത്തിൽ നിന്നും ശങ്കിക്കുന്നവളായിട്ട് ദിതി 100 വർഷം ധരിച്ചു. എന്ത് ധരിച്ചു? ഗർഭം. 100 വർഷം നീണ്ടു നിൽക്കുന്ന ഗർഭം ധരിച്ചു. അതിൻ്റെ ഭാവാർത്ഥം, ദേവന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായ ജയവിജയന്മാർക്ക് ശാപം നേരിട്ടതായ ചരിത്രം ദേവന്മാരോട് പറയുന്നതിനെ മൈത്രേയൻ വിതുരനോട് പറയുന്നതാണ് 15-ാം അധ്യായത്തിലെ കഥാസാരം. കശ്യപ പ്രജാപതിയിൽ നിന്ന് ദിതിയിൽ പ്രവേശിച്ചിരിക്കുന്നതായ ആ വീര്യമാകട്ടെ പരന്മാരുടെ തേജസ്സിനെ വീര്യത്തെ സംഹരിക്കുന്നതിന് സമർത്ഥമാകയാൽ തന്നിൽ നിന്നുണ്ടാകുന്ന 2 പുത്രന്മാരിൽ നിന്ന് ദേവന്മാർക്കുണ്ടാകുവാൻ പോകുന്ന ഉപദ്രവത്തെ ശങ്കിച്ചിട്ട് ദിതി ആ വീര്യത്തെ 100 വർഷക്കാലം ഉദരത്തിൽ തന്നെ ധരിച്ചു. ശ്രവിച്ചില്ല. ദേവി ആയതുകൊണ്ട് ഇച്ഛാനുസരണം ഗർഭത്തെ ധരിപ്പാനും പ്രസവിപ്പാനും കഴിയുമെന്ന് ഇതിൽ നിന്ന് ധരിക്കണം. സാധാരണ മനുഷ്യന്മാർക്ക് സാധിക്കില്ല. ദേവത്വം ഉള്ളവർക്ക് അത് സാധിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 2-ാമത്തെ ശ്ലോകം പറയണു. ലോകേ തേന ഹതാ ലോകേ ലോകപാലാഹതോജസ ന്യവേദയൻ വിശ്വസൃജേ ദ്വാന്തവ്യതികരം ദിശാം. അതിൻ്റെ വാക്കാർത്ഥം പറയണത്, ആ ഗർഭത്തിനാൽ ലോകം ഹനിക്കപ്പെട്ട പ്രകാശത്തോടു കൂടിയിരിക്കും വിഷയത്തിൽ ഹനിക്കപ്പെട്ട ഓജസ്സോടുകൂടിയ ലോകപാലന്മാർ ദിക്കുകളുടെ ദിക്കുകളുടെ അന്ധകാരവ്യാപ്തിയെ ലോകസൃഷ്ടാവിനായി കൊണ്ട് നിവേദിപ്പിച്ചു. അതായത് ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ബ്രഹ്മാവിനെ ധരിപ്പിച്ചു അവർ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ദിതിയുടെ ഗർഭത്തിൽ വസിക്കുന്ന കശ്യപവീര്യത്തിൽ നിന്ന് പുറമേ വ്യാപിക്കുന്നതായ തേജസ്സിൻ്റെ ആധിക്യം നിമിത്തം സൂര്യാദിഗോളങ്ങളുടെ പ്രഭ കുറഞ്ഞു. അത് നിമിത്തം ലോകത്തിൽ കിഴക്ക് തെക്ക് മുതലായ ദിക്കുകളെ വേർതിരിച്ചറിയുവാൻ പാടില്ലാത്ത വിധം അന്ധകാരം വ്യാപിച്ചു. ഇന്ദ്രാദിദേവന്മാരായ ലോകപാലന്മാർ വീരഹീനന്മാരായിട്ട് മേരുമൂർധാവിൽ ഉള്ള സത്യലോകത്തിൽ ബ്രഹ്മദേവൻ്റെ സദസ്സിൽ ചെന്ന് ലോകസൃഷ്ടാവായ ആ ദേവനോട് ഈ സംഗതി ഉണർത്തിച്ചു. സോ എവറിഥിങ് കെയിം ടു നോ ടു എവരിബഡി. ദേവാഊജുഹു. 3-ാമത്തെ ശ്ലോകം. തമ ഏതൽ വിഭോ വേത്ത സംവിഘ്ന യദ്വയം വൃഷം
നഹി അവ്യക്തം ഭഗവത കാലേന സ്പൃഷ്ടവർമ്മന. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, സർവജ്ഞ, ഈ അന്ധകാരത്തെ അങ്ങ് അറിയുന്നുവല്ലോ. യാതൊന്നിനാൽ ഞങ്ങൾ ഏറ്റവും ഭയമുള്ളവരായിരിക്കുന്നു. കാലത്താൽ സ്പർശിക്കപ്പെടാത്ത മാർഗത്തോടു കൂടിയ ഭഗവാന് അറിയപ്പെടാത്തതില്ലല്ലോ. അങ്ങക്ക് അറിയപ്പെടാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ദേവന്മാരെ അതിൻ്റെ ഭാവാർത്ഥം പറയണു. എല്ലാം അറിഞ്ഞിരിക്കുന്ന ഹേ ഭഗവൻ, ദിക്കുകളിൽ നിറഞ്ഞിരിക്കുന്ന ഈ അന്ധകാരത്തെ അങ്ങ് അറിയുന്നില്ലയോ? അതെന്താണെന്ന് അറിയാതെ ഞങ്ങൾക്ക് ഭയം തോന്നുന്നു. കാലശക്തിയാൽ മറയ്ക്കപ്പെടാത്ത ജ്ഞാനമാർഗത്തോടു കൂടിയ നിന്തിരുവടി. അതായത് കാലശക്തി ബ്രഹ്മാവിൽ നിന്നൊന്നും മറക്കണില്ല. അപ്പോൾ നിന്തിരുവടിയുടെ ബുദ്ധിവൃത്തിയിൽ പ്രകാശിക്കാത്തതായ സംഗതി യാതൊന്നുമില്ലല്ലോ. എന്നാലും ആസ് എ ഡ്യൂട്ടി വി ആർ ഇൻഫോം യു എന്ന് പറഞ്ഞു. 4 ശ്ലോകം ഗംഭീരാണ്. ദേവദേവ ജഗദ്ധാത്തർ ലോകനാഥശിഖാമണേ പരേഷാം അപരേഷാം ത്വം ഭൂതാനാം അസി ഭാവവിത്. ദേവന്മാരുടെയും ദേവനാണ് ആരെ? ബ്രഹ്മാവ്. ലോകങ്ങളുടെ സൃഷ്ടികർത്താവേ, ലോകനാഥന്മാരുടെയും നാഥ, പണ്ടുണ്ടായിരുന്ന ഉത്കൃഷ്ടന്മാരും ഇപ്പോഴുള്ളവരുമായ പ്രാണികളുടെ അഭിപ്രായം അറിയുന്നവൻ നിന്തിരുവടിയാകുന്നു. അങ്ങക്ക് എല്ലാം അറിയാം. അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറയാൻ പോണത്. അല്ലയോ ദേവന്മാരായ ഞങ്ങളുടെയും ദേവ, ലോകങ്ങളെ നിർമ്മിക്കുന്നതിൽ സമർത്ഥ, ലോകനാഥന്മാരിൽ ഉത്കൃഷ്ട, പണ്ടുണ്ടായവരും ഇപ്പോഴുള്ളവരുമായ സർവഭൂതങ്ങളുടെയും അഭിപ്രായത്തെ നിന്തിരുവടി അറിയുന്നുണ്ടല്ലോ. യെസ്. 5-ാമത്തെ ശ്ലോകം. നമോ വിജ്ഞാനവീര്യായ മായായേതമുപേയുഷേ ഗൃഹീതഗുണഭേദായ നമസ്തേ അവ്യക്തയോനയേ. അപ്പോൾ വിശേഷജ്ഞാനമാകുന്ന ബലത്തോടു കൂടിയവനും ഇച്ഛാശക്തിയാൽ ഈ രൂപത്തെ പ്രാപിച്ചവനും ഗ്രഹിക്കപ്പെട്ട ഗുണഭേദത്തോടു കൂടിയവനും അറിയപ്പെടാതിരിക്കുന്ന ഉൽപ്പത്തി സ്ഥാനത്തോടു കൂടിയവനുമായ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ജ്ഞാനശക്തി തന്നെ നിന്തിരുവടിയുടെ വീര്യം. ജ്ഞാനശക്തി തന്നെ നിന്തിരുവടി വീര്യം. എല്ലാവരുടെയും വീര്യം ജ്ഞാനശക്തിയാണെന്ന് മറക്കരുത്. നാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ശങ്കരാചാര്യർ, രമണ മഹർഷി, ദി റീസെൻ്റ് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. അടുത്ത ഒരു 2 വർഷം മുമ്പേ സന്യാസിയായിട്ടുള്ള പാലക്കാടുകാരൻ, ഒരു ബ്രാഹ്മണൻ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ജ്ഞാനം എത്രത്തോളം കൂടുന്നു അത്രത്തോളം വീര്യം, എന്തിനും ധൈര്യം ഉണ്ടാവും, ഓജസ്സും തേജസ്സും. അപ്പോൾ പറഞ്ഞു, ജ്ഞാനശക്തി തന്നെ നിന്തിരുവയുടെ വീര്യം. സ്വേച്ഛയാ രജോ ഗുണത്തെ അംഗീകരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ സ്വരൂപം വ്യക്തമായി കാണപ്പെടുന്നത്. അങ്ങയുടെ ഉൽപ്പത്തി സ്ഥാനം ഏതാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ബ്രഹ്മാവും അറിഞ്ഞില്ല. ബ്രഹ്മാവ് തെരഞ്ഞുപോയി ആ താമരനാളത്തു കൂടെ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അറിയുന്നില്ല. ഇപ്രകാരം ഇരിക്കുന്ന നിന്തിരുവടിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം എന്ന് പറഞ്ഞു. 6-ാമത്തെ ശ്ലോകം. യേ അനന്യേന ഭാവേന ഭാവയന്ത്യാത്മഭാവനം ആത്മനി പ്രോതഭുവനം പരം സദസദാത്മകം. വാക്കർത്ഥം. ആത്മാവിൽ കോർക്കപ്പെട്ടിരിക്കുന്ന ഭുവനത്തോടു കൂടിയവനും
കാര്യകാരണ സ്വരൂപനും അതിൽ നിന്ന് ഭിന്നനും ആത്മാക്കളെ, അതായത് ജീവരാശികളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുമായ അങ്ങയെ അഭേദഭാവത്തോടുകൂടെ യാതൊരുത്തർ ഭാവിക്കുന്നുവോ? കോമയാണ്. 7ാമത്തെ ശ്ലോകം. തേഷാം സുഭക്കയോഗാനാം ജിതസ്വാസേന്ദ്രിയാത്മനാം ലബ്ധയുഷ്മൽ പ്രസാദാനാം ന കുതശ്ചിൽ പരാഭവാം. ഏറ്റവും പക്വമായ യോഗത്തോടു കൂടിയവരും ജയിക്കപ്പെട്ടിരിക്കുന്ന സാസങ്ങളോടും ഇന്ദ്രിയങ്ങളോടും ആത്മാവോടും കൂടിയവരും ലഭിച്ചിരിക്കുന്ന അങ്ങയുടെ പ്രസാദത്തോടു കൂടിയവരുമായ അവർക്ക് ഒരു ദിക്കിൽ നിന്നും അവമാനം ഭവിക്കയില്ല. ഇതാണ് വാക്കാർത്ഥം. ഇനി എൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. അതായത് ഈ ഭാവാർത്ഥം 6ഉം 7ഉം കൂടിയിട്ടാണ്. അത് ഗ്രന്ഥമുള്ളവർക്ക് അറിയുള്ളൂ. 6ിലത്തെ വാക്കാർത്ഥം വേറെ കൊടുത്തിട്ടുണ്ട്, 7ിലത്തെ വാക്കാർത്ഥം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭാവാർത്ഥം വരുമ്പോൾ 6, 7ഉം കൂട്ടി ഒന്നായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കാം. ഈ കാണപ്പെടുന്ന സകല ലോകങ്ങളെയും നിന്തിരുവടി അങ്ങയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു. അതാണ് അതിലുള്ള ഓരോ ജീവരാശികളുടെയും സ്റ്റാറ്റസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. സ്ഥൂലമായും സൂക്ഷ്മമായിരിക്കുന്ന ഈ ലോകമായി ഭവിച്ചത് തന്നെ നിന്തിരുവടിയാകുന്നു. അതാണ് ഏറ്റവും വലിയ. സ്ഥൂലമായും സൂക്ഷ്മമായും ഇരിക്കുന്ന ഈ ലോകമായി ഭവിച്ചത് തന്നെ നിന്തിരുവടിയാകുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മുടേതാവുക? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലല്ലോ നമുക്ക്. എങ്കിലും ജീവരാശികളെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ലോകത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്നു. ഇപ്രകാരമുള്ള നിന്തിരുവടിയെ ഫലകാംക്ഷ കൂടാതെ എവിടെയെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വ്യത്യാസമില്ല. എന്നാൽ ആൾക്കാർ മുഴുവൻ ഫലകാംക്ഷയ്ക്കാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതും പൂജകൾ നടത്തുന്നതും. എന്തൊരു വിരോധാഭാസമാണിത്. ഇതിൻ്റെ അസല നമ്മൾ വായിക്കാത്തത് കൊണ്ടല്ല. അത് എല്ലാവരും ഭാഗവതം വാങ്ങി വായിക്കണു, കാണാൻ പാഠം പഠിക്കണു. പക്ഷേ ഇതിലെന്താ എഴുതുകണമെന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്രകാരമുള്ള നിന്തിരുവടിയെ ഫലകാംക്ഷ കൂടാതെ ആർ ഭജിക്കുന്നുവോ അവരാണ് പരമഭക്തി യോഗത്തെ അടഞ്ഞവർ. അപ്പോൾ നമ്മൾക്ക് എന്താണ് യൂട്യൂബ് റീച്ച് ആയില്ലെങ്കിലും ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും പരമഭക്തി യോഗത്തെ അടഞ്ഞവരിൽ പെടും. കാരണം എന്താ? അതാണ് നമ്മുടെ ജീവനാഡി. അവരുടെ പ്രാണവായുക്കളും ഇന്ദ്രിയങ്ങളും മനസ്സും അവർക്ക് കീഴടങ്ങിയിരിക്കുന്നു. മനസ്സ് കീഴടങ്ങി എന്ന് പറഞ്ഞാൽ ജയിച്ചു. വേറൊന്നും ആഗ്രഹിക്കില്ല. മമ ശരണം തവ ചരണം, തവ ശരണം മമ ശരണം. അത്രയേ ഉള്ളൂ. പ്രശ്നമില്ലേ? അവരുടെ പ്രാണവായുക്കളും ഇന്ദ്രിയങ്ങളും മനസ്സും അവർക്ക് കീഴടങ്ങിയിരിക്കുന്നു. അവരിൽ നിന്തിരുവടിയുടെ പരിപൂർണമായ അനുഗ്രഹം എപ്പോഴും ഉള്ളതിനാൽ, അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ നടക്കില്ല. ഞാൻ ഒരു 10 ദിവസം, അതിൽ 8 ദിവസം കഷ്ടി ഒരു 200 തടം എടുത്തു. കവുങ്ങിനും തെങ്ങിനും തൈകൾക്കും എല്ലാം കൂടിയിട്ട്. കാരണം അതൊക്കെ വൃശ്ചികം ധനു മാസത്തിൽ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. ചെയ്യാൻ ആളെ കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ ആളെ കിട്ടിയില്ല. അപ്പം ഞാൻ തന്നെ കൈക്കോട്ട് എടുത്താണ് ഇറങ്ങി. വലിയൊരു നൈരാശ്യത്തിലേക്ക് എത്തുമെന്ന് ഭാര്യയ്ക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈശ്വരൻ സമ്മതിച്ചില്ല. ഈശ്വരൻ വിജയശ്രീലാളിതനാക്കിയത് നമ്മളെ 8 ദിവസം കൊണ്ട്, കാലത്തും വൈകുന്നേരത്തും ഒരു 2.5 മണിക്കൂർ കാലത്ത്, ഒരു 1.5 മണിക്കൂർ വൈകുന്നേരം, ഒരു 4 മണിക്കൂർ. അതിനിടയ്ക്ക് ഈ യൂട്യൂബ് പറയാനുള്ള സൗകര്യം ഉണ്ടാവണം. അപ്പോൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ പ്രൊവൈഡഡ് ഗോഡ്ലിനെസ് പ്രിവെയിൽസ്. അതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ 2 ദിവസമായിട്ട് എല്ലാറ്റിനും ചപ്പ് ചവറിട്ടിട്ട് നനയ്ക്കണത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതെ കണ്ട്, അല്ലെങ്കിൽ വേരിൽ
വെയിൽ തട്ടാണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എന്തോ പുതപ്പിടുക പുതപ്പല്ല, ഈ ചപ്പച്ചവറ് ഇതിൽ ചുവട്ടിലിട്ടുള്ള ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നാളെ ഒരു ദിവസം കൂടി വേണം. നന്നായിട്ട് വേർക്കും, ഒന്ന് വെളുത്തു തോന്നും. കാരണം ഈ ചളി ഇരിക്കണതൊക്കെ പോയി കിട്ടേ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താ, ശരീരം കൂടെ അനങ്ങി മസിൽസൊക്കെ ഒന്ന് അടയാളിക്കുക. എപ്പോഴേക്കും ഷുഗർ പോയി. ഷുഗർ ഇപ്പോൾ നോർമൽ, പഞ്ചസാര ഞാൻ തൊടുന്നില്ല, അത് വേറെ കാര്യം. വൈകുന്നേരം അമ്പലത്തിലത്തെ പ്രസാദം ഒരു സ്പൂണ് കഴിക്കാറുണ്ട്, അതൊക്കെ നിർത്തി. ജനുവരി 2 മുതൽ ഇപ്പോൾ എല്ലാം നോർമലാണ്. ഇങ്ങനെ പോയാൽ 1.5 ഗുളികയുള്ളത് മാർച്ച് 1 മുതൽക്ക് ഹാഫ് ഗുളിക നിർത്തും. 2 മാസം കൂടി കഴിഞ്ഞിട്ട് പിന്നെയും ഇതേ ഇതാണെങ്കിൽ ഞാൻ വല്ല ഷുഗറിൻ്റെ മരുന്ന് നിർത്തി നോക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വെറുതെ ഇരിക്കരുത് വീട്ടിൽ. വേർക്കണം, ദിവസേന കാലത്തും വൈകുന്നേരത്തും വേർക്കണം. അതിനെന്തെങ്കിലും ചെറിയൊരു ഉപായം ചെയ്യുന്നേ. അപ്പോൾ പരിപൂർണമായ അനുഗ്രഹം എപ്പോഴും ഉള്ളതിനാൽ അവർക്ക് യാതൊരുവരിൽ നിന്നും ഒരു കാലത്തും യാതൊരു വിധമായ പരിഭവവും നേരിടുകയില്ല. പരിഭവത്തിന് ചാൻസേ ഇല്ല. പറഞ്ഞേ. ഇനി 8ാമത്തെ ശ്ലോകം പറയണു. യസ്യ വാചാ പ്രജാ സർവാ ഗാവസ്തന്ദേവയന്ത്രിത ഹരന്തി ബലിമായാസ്തസ്മൈ മുഖ്യായ തേ നമ. ഒരു സ്തുതിയാണ്. എല്ലാ പ്രജകളും യാതൊരുവൻ്റെ വാക്കിനാൽ കാളകൾ മൂക്കുകയറിനാൽ എന്ന പോലെ ബന്ധിക്കപ്പെട്ടവരായിട്ട് സാവധാനമുള്ളവരായിട്ട് പൂജയെ സമർപ്പിക്കുന്നു. ബലി എന്നാണ് ഇവിടുത്തെ വാക്ക്. ഈ ബലിയെ സമർപ്പിക്കുന്നു പറഞ്ഞ ആൾക്കാർ വിചാരിക്കും തലവെട്ടി സമർപ്പിക്കുകയാണെന്നുള്ളത്. നമുക്ക് അത്ര ഇൻ്റലിജൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് പൂജയെ സമർപ്പിക്കുന്നു. ആ മുഖ്യനായ അങ്ങയ്ക്കായ കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറയുന്നത്. നിന്തിരുവടിയുടെ ദേവലക്ഷണയായ വാക്കിനാൽ മൂക്ക് തുളച്ച് കോർത്തിരിക്കുന്ന കയറിനാൽ കാളകളെന്ന പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സകല പ്രജകളും അവരവരുടെ അധികാരത്തെ നിർവഹിക്കുന്നതായ പൂജയെ നിന്തിരുവടി സമർപ്പിക്കുന്നു. ഈ ബലി എന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം പൂജ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഉത്സവ ബലി എന്ന് പറഞ്ഞ ശ്രീലകത്താണ്. ഞങ്ങൾക്കൊന്നും പബ്ലിക്കിനൊന്നും അങ്ങോട്ട് എൻട്രൻസ് ഇല്ല. അത് പറഞ്ഞിട്ട് അവിടെ തല വെട്ടുന്നുണ്ടെന്നൊന്നും വിചാരിക്കരുത്, കോഴി ഇറക്കുന്നുണ്ടെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ ബലിയെ നിന്തിരുവടിക്ക് സമർപ്പിക്കുന്നു. സർവനിയന്താവായിരിക്കുന്ന ആ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ന്യായമായ പ്രവൃത്തി മാർഗത്തെ കാട്ടിക്കൊടുത്ത് ജീവകോടികളെ ക്രമത്തിൽ, അതായത് സ്ലോ ആൻഡ് സ്റ്റഡി, പെട്ടെന്നല്ല, സ്വരൂപാനന്ദം അനുഭവിപ്പാൻ അർഹന്മാരാക്കി തീർക്കുന്ന ഭഗവാൻ ഭക്തന്മാരെ സ്വരൂപാനന്ദത്തിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം. അപ്പോൾ സ്വരൂപാനന്ദം അനുഭവിപ്പാൻ അർഹന്മാരാക്കി തീർക്കുന്ന കർമ്മകാണ്ഡമാണ് ലോകത്തെ നിലനിർത്തുവാൻ ഉപകരിക്കുന്ന വേദഭാഗം എന്ന് കാണിച്ചിരിക്കുന്നു. 9ാമത്തെ ശ്ലോകം. സത്വം വിദൽ സ്വശംഭൂമം സ്തമാസാലുപ്തകർമ്മണാം അധഭ്രതദ്രയാ ദൃഷ്ട്യ ആപന്ന അനർഹസീക്ഷിതും. ഇതാണ് ശ്ലോകം. സർവവ്യാപക ആ നിന്തിരുവടി അന്ധകാര നിമിത്തം ലോപിച്ചിരിക്കുന്ന കർമ്മത്തോടു കൂടിയവർക്ക് സുഖത്തെ ചെയ്താലും ഒരു റെക്കമെൻഡേഷനാണ്. ശരണം പ്രാപിച്ചവരെ അധികരിച്ച ദയോടുകൂടിയ നേത്രം കൊണ്ട് നോക്കുവാനായിക്കൊണ്ട് അർഹനാകുന്നു. അങ്ങയുടെ കടക്കൺമിഴികളാൽ അവരെ ഒന്ന് ഒഴിഞ്ഞാൽ അവർക്ക് ആനന്ദം പരമാനന്ദമായി. 9ാമത്തെ ശ്ലോകം പറഞ്ഞു. പിന്നെ അതിൻ്റെ വാക്കാർത്ഥാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. സർവത്ര പരിപൂർണനും സർവേശ്വരനുമായിരിക്കുന്ന നിന്തിരുവടി അന്ധകാര നിമിത്തം ദിവസത്തെയും രാത്രിയെയും വേർതിരിച്ചറിയാതെ വേദോക്തങ്ങളായ
വേദോക്തങ്ങളായ നിത്യനൈമിത്തിക കർമ്മങ്ങളെ കൂടെ നടത്തുവാൻ സാധിക്കാതെയിരിക്കുന്ന ജനങ്ങൾക്കുള്ള ദുഃഖത്തെ തീർത്ത് സുഖത്തെ നൽകണമേ. അതിനായി നിന്തിരുവടിയെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ പൂർണ്ണ കരുണാദൃഷ്ടി കൊണ്ട് കടാക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥന. 10 ശ്ലോകം 10. ഏഷ ദേവ ദിദേർഗർഭ ഓജ കശ്യപമർപ്പിതം ദിസസ്തിമിരയൻ സർവാ വർദ്ധതേ അഗ്നിരിവൈദസി. ഇതാണ് ശ്ലോകം. കശ്യപനെ സംബന്ധിച്ചതും അദ്ദേഹത്താൽ അർപ്പിക്കപ്പെട്ടതുമായ വീര്യമാകുന്ന ദിതിയുടെ ഈ ഗർഭം എല്ലാ ദിക്കുകളെയും അന്ധകാരത്തിലാക്കിക്കൊണ്ട് വിറകിൽ തീയെന്ന പോലെ വർദ്ധിക്കുന്നു. ഇനിയാണ് ഭാവാർത്ഥം. ഹേ ദേവാം, കശ്യപ മഹർഷി ദിതിയിൽ അർപ്പിച്ചിരിക്കുന്ന വീര്യം ദിതിയിൽ ഗർഭമായി ഭവിച്ചിട്ട് ഉണങ്ങിയ വിറകിൽ വ്യാപിച്ചിരിക്കുന്ന അഗ്നി എന്ന പോലെ അത്യധികം ജ്വലിച്ചുകൊണ്ടും ദിക്കുകളെ നോക്കിക്കാണുവാൻ പാടില്ലാത്ത വിധം അന്ധകാരമാക്കി തീർത്തും വല്ലാതെ വർദ്ധിക്കുന്നുവല്ലോ. ഇനി എന്താണ് ചെയ്യുക? എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് പറയണത്. മൈത്രേയ വാച 11ാമത്തെ ശ്ലോകം. സപ്രഹസ്യ മഹാബാഹോ ഭഗവാൻ ശബ്ദഗോചരാ പ്രത്യാചഷ്ടാത്മഭൂർദേവാൻ പ്രീണൻ രുചിരയാ ഗിരാ. വീരപുരുഷ, വേദവാക്കിന് വിഷയീഭൂതനും ജ്ഞാനസ്വരൂപനുമായ ബ്രഹ്മാവ് മന്ദഹാസം ചെയ്തിട്ട് മധുരവാക്കുകൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നവനായിട്ട് മറുപടി പറഞ്ഞു. കാരണം ഹി വാസ് എക്സ്പെക്ടിങ് സച്ച് ക്വസ്റ്റ്യൻസ് ഫ്രം ദേവാസ്. മൈത്രേയൻ എന്താ പറഞ്ഞത്? അതിൻ്റെ ഭാവാർത്ഥം. ഹേ മഹാഭാഗ്യവാനായ വിതുര. മൈത്രേയൻ വിതുരരോടാണല്ലോ പറയണത്. വേദവാക്കിന് വിഷയമായി ഭവിച്ചിരിക്കുന്നവനും ജ്ഞാനാദി ഗുണങ്ങൾ തികഞ്ഞവനുമായ ബ്രഹ്മാവ് സൗമ്യമായ വാക്കുകൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിച്ചും മന്ദഹാസം ചെയ്തും മറുപടി പറഞ്ഞു. ബ്രഹ്മോവാച 12ാമത്തെ ശ്ലോകം. മാനസാമേ സുതായുഷ്മൽ പൂർവജാസനഗാതയാം ചേരുർവിഹായ സാ ലോകാം ലോകേഷു വിഗതസ്പൃഹാഃ. എൻ്റെ സങ്കല്പത്താൽ സംഭവിച്ചവരും നിങ്ങൾക്ക് മുമ്പ് ജനിച്ചവരുമായ സനകാദികളായ പുത്രന്മാർ ജനങ്ങളിൽ ആഗ്രഹമില്ലാത്തവരായിട്ട് ആകാശമാർഗത്തിൽ കൂടെ ലോകങ്ങളെ ചുറ്റി സഞ്ചരിച്ചു. ദേവന്മാർക്ക് മുമ്പുണ്ടായിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഭാവാർത്ഥമാണ് ബ്രഹ്മദേവൻ പറയണു. ശാപം നിമിത്തം വൈകുണ്ഠത്തിൽ നിന്ന് പതിച്ച ജയവിജയന്മാരാണ് ദിതിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്ന് പറവാൻ ഭാവിച്ചിരിക്കുന്ന ബ്രഹ്മദേവൻ ശാപകാരണത്തെ ദേവന്മാരോട് പറയുന്നു. എൻ്റെ സങ്കല്പമാത്രത്താൽ ഉത്ഭവിച്ചവരും നിങ്ങളുടെ പൂർവജന്മാരുമായ സനകാദികളായ പുത്രന്മാർ ജനങ്ങളിൽ നിന്ന് യാതൊരു കാര്യങ്ങളെയും ആഗ്രഹിക്കാതെ, പക്ഷെ ദേവന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലാണ് ദേവന്മാർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്, യാതൊരു കാര്യങ്ങളെയും ആഗ്രഹിക്കാത്തവരാണെങ്കിലും അവർ ആകാശമാർഗത്തിൽ കൂടെ ഓരോ ലോകങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആരെ? എന്താ പറയുക, 4 ആൾക്കാർ, സനകാദികൾ. 13ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ത ഏകദാ ഭഗവതോ വൈകുണ്ഠസ്യ അമലാത്മന, ചളി പെരളാത്തവൻ, യയൂർവൈകുണ്ഠനിലയം സർവലോക നമസ്കൃതം, എല്ലാവരാലും നമസ്കരിക്കപ്പെടുന്നതാണ് ഏത്? വൈകുണ്ഠം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാണ്, ഐശ്വര്യാദി ഗുണം തികഞ്ഞവനും നിർമ്മലമായ മനസ്സോടുകൂടിയവനുമായ ശ്രീനാരായണൻ്റെ സർവലോകങ്ങളാലും നമസ്കരിക്കപ്പെടുന്നതായ വൈകുണ്ഠലോകത്തെ അവർ ഒരിക്കൽ യാനം ചെയ്തു, അങ്ങോട്ട് യാത്ര ചെയ്തു. അതിൻ്റെ ഭാവാർത്ഥം, ആ സനകാദികൾ ഒരു നാൾ
കാമാദിദോഷങ്ങൾ യാതൊന്നും ബാധിക്കാത്തത് കൊണ്ട് ശുദ്ധാന്തകരണന്മാരായിട്ട് പൂർണ്ണനുമായിരിക്കുന്ന വിഷ്ണുവിൻ്റെ സ്ഥാനവും സർവരാലും നമസ്കരിക്കപ്പെടുന്നതുമായ വൈകുണ്ഠത്തിൽ പ്രവേശിച്ചു. 14-ാമത്തെ ശ്ലോകം. വസന്തി യത്ര പുരുഷാ സർവേ വൈകുണ്ഠമൂർത്തയാ യേ അനിമിത്ത നിമിത്തേന ധർമ്മേണാരാധയൻ ഹരിം. എന്താ? നിമിത്തത്തോടു കൂടാതെ ഇരിക്കുന്നതായ, അതായത് ദർ ഇസ് നോ റീസൺ. നമ്മൾക്ക് എല്ലാറ്റിനും റീസൺ വേണം, അവർക്ക് റീസണിങ് ഇല്ല. ധർമ്മത്താൽ യാതൊരുത്തർ ഹരിയെ പൂജിച്ചുവോ, ധർമ്മം കൊണ്ട് വൈകുണ്ഠ സ്വരൂപമുള്ളവരായ സകല പുരുഷന്മാരും യാതൊന്നിൽ വസിക്കുന്നു, അതായത് വൈകുണ്ഠത്തിൽ വസിക്കണം. ഇത് മുതൽ 12 പദ്യം വൈകുണ്ഠ വർണ്ണനാണ്. ഇത് മുതൽ 12 ശ്ലോകം വൈകുണ്ഠം വർണ്ണിക്കുകയാണ്. സർവപുരുഷന്മാരും വിഷ്ണുവിനെ പോലെയുള്ള ദേഹമുള്ളവരാകുന്നു. എവിടെ? വൈകുണ്ഠത്തിൽ. ആ വിധം സ്വരൂപം കിട്ടുവാനുള്ള കാരണം എന്തെന്നാൽ ഫലകാംക്ഷ കൂടാതെ പരമഭക്തിയാകുന്ന ഏകകാരണത്തെ ആശ്രയിച്ചുകൊണ്ട് ആർ ശ്രീഹരിയെ പൂജിക്കുന്നുവോ അവർക്ക് വിഷ്ണുവിൻ്റെ രൂപവും വസിപ്പാൻ വൈകുണ്ഠലോകവും ഭഗവാൻ തന്നെ നൽകുന്നു. സായൂജ്യം, സാമീപ്യം, സാലോക്യം, അല്ലേ? അങ്ങനെയല്ലേ പറയാം? സായൂജ്യം, സാമീപ്യം, സാലോക്യം, അങ്ങനെയാണ് 4 തരമാണ് പറയാം. 15-ാമത്തെ ശ്ലോകം പറയുന്നു. യത്ര ച അദ്യ പുമാനസ്തേ ഭഗവാൻ ശബ്ദഗോചരാം സത്വം വിഷ്ടഭ്യവിരജം സ്വാനാം നോ മൃഢയാൻ വൃഷാ. ശാസ്ത്രമാകുന്ന പ്രമാണത്തോടു കൂടിയവനും. ശാസ്ത്രം ആണ്, പുരാണങ്ങൾ ശാസ്ത്രഗ്രന്ഥങ്ങളാണ്. അതാണ് പ്രമാണത്തോടു കൂടിയവനും 6 ഗുണങ്ങൾ തികഞ്ഞവനുമായ ആദിയിലുള്ള പുരുഷൻ രജോ ഗുണത്തിൻ്റെ സമ്പർക്കമില്ലാതിരിക്കുന്ന സത്വഗുണത്തെ ആശ്രയിച്ചിട്ട് സ്വകീയന്മാരായ ഞങ്ങളുടെ കാമപൂർത്തി വരുത്തുന്നവനും സന്തോഷിപ്പിക്കുന്നവനുമായിട്ട്, അല്ലേ? മൃഢൻ. പരമശിവന് മൃഢൻ പറഞ്ഞൊരു വാക്കുണ്ട്, മൃഢൻ. അതായത് സന്തോഷിപ്പിക്കുന്നവെന്ന അർത്ഥം പറയാം. അപ്പോൾ യാതൊന്നിൽ ഇരിക്കുന്നു എന്നാണ് വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. അവിടെ എവിടെ? വൈകുണ്ഠത്തിലെ ലോകങ്ങളുടെ പരമകാരണഭൂതനും വേദവേദ്യനും ജ്ഞാനവൈരാഗ്യാദികളുടെ 6 ഗുണങ്ങൾ തികഞ്ഞവനുമായ പരമപുരുഷൻ ശുദ്ധസത്വഗുണസമ്പൂർണമായ മൂർത്തിയെ ധരിച്ചും ഭക്തന്മാരായ ഞങ്ങളുടെ അഭീഷ്ടത്തെ നൽകിയും ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് വസിക്കുന്നു. വൈഷ്ണവന്മാരെന്ന് പറയും. 16-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. യത്ര നൈശ്രേയസം നാമ വനം കാമദുഃഖൈ ധ്രുമൈ സർവർതു ശ്രീഭിർവിഭ്രാജത് കൈവല്യം ഇവ മൂർത്തിമത്. അതിൻ്റെ വാക്കാർത്ഥം പറയണത്, യാതൊന്നിൽ സർവ ഋതുക്കളിലുമുണ്ടാക്കുന്ന ശ്രീയോടുകൂടിയവനും. ഈ 12 ഋതുക്കൾ, 6 ഋതുക്കളുണ്ട് 2 മാസം കൂടുമ്പോൾ. അതാണ് സർവ ഋതുക്കളിലുമുണ്ടാകുന്ന ഐശ്വര്യത്തോടു കൂടിയവനും അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നവനുമായ വൃക്ഷങ്ങളാൽ ശോഭിക്കുന്നതും ആകൃതിയോടുകൂടിയ കൈവല്യമോ എന്ന് തോന്നുമാറുള്ളതുമായി നൈശ്രേയസം എന്നു പേരായ ഉദ്യാനമുണ്ട് എന്ന് പറഞ്ഞ് നിർത്തി. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറയാൻ പോണത്. എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പുഷ്പബല സമൃദ്ധിയാൽ എപ്പോഴും വിശേഷമായി പ്രകാശിക്കുന്നതും
സകലാഭീഷ്ടങ്ങളെയും വർഷിച്ചു കൊടുക്കുന്ന വൃക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന കൈവല്യമോ എന്ന് തോന്നുമാറ് ആനന്ദപ്രദവുമായ നൈശ്രേയസം എന്ന ഉദ്യാനം അവിടെയുണ്ട് എന്ന് പറഞ്ഞു. അവിടെയാണ് വിഷ്ണുപാർഷദന്മാർ സാലോക്യ സാമീപ്യ സായുജ്യ 4 ക്രമമുക്തികളെന്നാണ് പറയാൻ. എന്തായാലും ആ കഥ വളരെ ഇൻട്രസ്റ്റിങ്ങോടുകൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ വിഷ്ണുവിൻ്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും, വിഷ്ണു ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.